എവിടെയെങ്കിലും ഒരു മുസ്ലിമിന് എന്തെങ്കിലും സംഭവിച്ചാൽ സംസാരിക്കാനായി കേരളത്തിലടക്കം ഒരുപാട് മുസ്ലിം ജനത സന്നദ്ധരായി രംഗത്തെത്താറുണ്ട്. ക്രിസ്ത്യാനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സംസാരിക്കാനായി ക്രിസ്ത്യൻ ജനത സന്നദ്ധരായി രംഗത്തെത്താറുണ്ട്. ഒരുപാട് സംഘടനകളുമുണ്ട്. എന്തിനു പറയുന്നു, ബുദ്ധന്മാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആളുണ്ട്. എന്നാൽ എവിടെയെങ്കിലും ഒരു ഹിന്ദുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആരെങ്കിലും സംസാരിക്കാനുണ്ടോ എന്നുള്ള ചോദ്യം എപ്പോഴും ഉയർന്ന് കേട്ട ഒരു ചോദ്യമാണ്. ഇപ്പോൾ 2014 ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വന്ന ശേഷം വലിയൊരു ഹിന്ദു ഏകീകരണം നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ലോകമെമ്പാടും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് ഭാഗത്ത് ഒരു ഹിന്ദുവിന് എന്തെങ്കിലും സംഭവിച്ചാലും ചോദിക്കാനും പറയാനും ആളുണ്ട് എന്നൊരു പ്രതീതി ഉണ്ടായിട്ടുണ്ട്. ഇത് വെറുതെ പറയുന്നതല്ല. ഇപ്പോഴിതാ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ ബ്രിട്ടീഷ് പാർലമെന്റ് ചർച്ച ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തിന് ശേഷം ന്യൂനപക്ഷ ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള ആക്രമണത്തിൽ അസാധാരണമായ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് നിയന്ത്രിക്കുന്നതിൽ ഇടക്കാല യുഎസ് സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടു. അത്തരമൊരു സമയത്ത് യുഎസ് സർക്കാരിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ കടുത്ത വിമർശനം ഉയർന്നിരുന്നു. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരായ അതിക്രമങ്ങളെ ബ്രിട്ടീഷ് പാർലമെന്റിൽ എംപിമാർ ശക്തമായി പ്രതിഷേധിക്കുകയും വിമർശിക്കുകയും ഈ സംഭവം ചർച്ച ചെയ്യുകയാണ് ഇപ്പോൾ എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കും മറ്റു ന്യൂനപക്ഷങ്ങൾക്കുമെതിരായ ആക്രമണങ്ങളെയും അതിക്രമങ്ങളെയും ബ്രിട്ടീഷ് സർക്കാർ ശക്തമായി അപലപിച്ചു. സമാധാനപരമായ ജനാധിപത്യ പരിവർത്തനത്തിനും മതസ്വാതന്ത്ര്യ സംരക്ഷണത്തിനും UK പ്രതിജ്ഞാബദ്ധമാണെന്ന് സർക്കാർ പാർലമെന്റിനെ അറിയിച്ചു. എന്നിരുന്നാലും മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിന് ഉടനടി പ്രത്യേക നടപടികളൊന്നും സ്വീകരിക്കുമെന്ന് സർക്കാർ വാഗ്ദാനവും ചെയ്തിട്ടില്ല. ബ്രിട്ടീഷ് ഹൗസ് ഓഫ് കോമൺസിൽ പ്രതിപക്ഷ കൺസർവേറ്റീവ് പാർട്ടിയുടെ MP ആയ ബോബ് ബ്ലാക്ക്മാൻ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള അതിക്രമത്തെക്കുറിച്ചുള്ള വിഷയം ഉന്നയിച്ചു. കമ്മ്യൂണിറ്റി സംഘടനയായിട്ടുള്ള ഇൻസൈറ്റ് UKയുടെ റിപ്പോർട്ട് ഉദ്ധരിച്ചു. ആ സമയത്ത് മതന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരായ ആക്രമണ സംഭവങ്ങളെയും വിദ്വേഷ പ്രസംഗങ്ങളെയും UK സർക്കാർ ശക്തമായി വിമർശിക്കുന്നു. ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കൾ, സിഖുകാർ, ജൈനന്മാർ, ബുദ്ധമതക്കാർ എന്നിവർ നിലവിൽ ദീപാവലിയും പുതുവത്സരവും ആഘോഷിക്കുന്നുണ്ടെങ്കിലും നിർഭാഗ്യവശാൽ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് അവരുടെ ഉത്സവങ്ങൾ ആഘോഷിക്കാൻ കഴിയുന്നില്ലെന്ന് ബ്രിട്ടീഷ് ഹിന്ദുക്കൾക്കായുള്ള ഓൾ പാർട്ടി പാർലമെന്ററി ഗ്രൂപ്പ് ചെയർമാനായിട്ടുള്ള ബ്ലാക്ക്മാൻ എംപിമാരോട് പറഞ്ഞു. ദീപാവലി ഉത്സവകാലത്ത് ബംഗ്ലാദേശിൽ ഹിന്ദു സമൂഹത്തിനെതിരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങൾ ഈ റിപ്പോർട്ട് എടുത്തു കാണിക്കുന്നു. ബംഗ്ലാദേശിൽ ഹിന്ദു വീടുകൾ കത്തിക്കുകയും കടകൾ തകർക്കുകയും ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മതന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരെ എല്ലാ വിദ്വേഷമോ ആക്രമമോ ആയ സംഭവങ്ങളെയും ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു. ഹൗസ് ഓഫ് കോമൺസ് നേതാവ് സർ അലൻ ക്യാമ്പലും ഇക്കാര്യത്തിൽ നിലപാട് എടുത്തിട്ടുണ്ട്. ഇടക്കാല സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് ബംഗ്ലാദേശിലെ മാനുഷിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനും സമാധാനപരമായിട്ടുള്ള ജനാധിപത്യ പരിവർത്തനം ഉറപ്പാക്കുന്നതിനും ഞങ്ങൾ സജീവമായി പ്രവർത്തിക്കുന്നുവെന്നും അവർ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.